ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന കൗൺസിൽ പള്ളിക്കരയിൽ നടന്നു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് CS സുജാത ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാരെ സ്ഥിരം ജീവനക്കാരാക്കി സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന കൌൺസിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാർ നൽകുന്ന ഹോണററിയം 15,000 രൂപയായി ഉയർത്തുക, ജോലിയിൽ നിന്ന് പിരിയുമ്പോൾ 5 ലക്ഷം രൂപയും മാസം 5,000 രൂപ പെൻഷനും നൽകുക, വിരമിക്കാനുള്ള പ്രായപരിധി 65 വയസ്സാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രമേയത്തിലൂടെ ഉന്നയിച്ചു. ആനത്തലവട്ടം ആനന്ദൻ നഗറിൽ നടന്ന സംസ്ഥാന കൌൺസിൽ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് CS സുജാത ഉദ്ഘാടനം ചെയ്തു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അന്ന് പാർലമെന്റിലെ 2 വനിതാ MP മാരായിരുന്നു. ഇന്നത്തെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിട്ടുള്ള സതീദേവിയും മാവേലിക്കലിന്റെ MP ആയിരുന്നു ഞാനും. അന്ന് ധനകാര്യമന്ത്രിയും അതുപോലെ സഭയിലുണ്ട്. അന്നത്തെ ആരോഗ്യമന്ത്രി ഗുലാം നബി ആസാദ് അടക്കമുള്ള ആളുകൾ അന്ന് പാർലമെന്റിനകത്ത് നടത്തിയ ചർച്ചയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ആരോഗ്യ മേഖലയിൽ മാറ്റമുണ്ടാക്കിയെടുക്കാൻ, കാരണം സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലം കഴിഞ്ഞിട്ടും നമ്മുടെ രാജ്യത്ത് മാതൃമരണ നിരക്ക് കുറയുന്നില്ല. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് MB പ്രഭാവതി അധ്യക്ഷയായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി PV പ്രേമ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി സാബു എബ്രഹാം, സംസ്ഥാന കമ്മിറ്റി അംഗം VV പ്രസന്നകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ, സംസ്ഥാന ട്രഷറർ രജനി മോഹൻ, മധു മുതിയേക്കാൽ, A മാധവൻ, കാറ്റാടി കുമാരൻ, K രവീന്ദ്രൻ, E മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ P മണിമോഹൻ സ്വാഗതവും ജനറൽ കൺവീനർ E രമണി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.